എപ്പോഴും ഞാൻ നല്ല ചിരിച്ച മുഖമുള്ള എപ്പോഴും ഉത്സാഹിയായ ഒരു കുട്ടിയായിരുന്നു രഞ്ജിത. ആ ഉത്സാഹമാണ് അവളെ ഉയരങ്ങളിൽ എത്തിച്ചത്. നല്ല പാട്ട് പാടും, കലോത്സവത്തിലൊക്കെ മത്സരിച്ച കുട്ടിയായിരുന്നു. നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു. എല്ലാ രീതിയിലും നല്ലൊരു കുട്ടിയായിരുന്നു. നിരവധി സമ്മാനങ്ങളൊക്കെ നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കാൻ, പഠിക്കാനും മിടുക്കിയായിരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മിടുക്കിയായ കുട്ടിയായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. മകനെ നല്ലപോലെ നോക്കണം, മകനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇത്രയും ദൂരെ പോകല്ലേ, UK പോകുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. ഇവിടെ ഏൽപ്പിച്ച് പോകുമ്പോൾ ആ സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങളുടെ പഠനത്തിന് ഞങ്ങൾ മൂത്ത മകനോട് പഠിക്കുകയാണല്ലോ, അവരുടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കും. കാരണം ആ വീടിനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. വിവേകാനന്ദ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയാണ് രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കുന്നത്. ക്രമീകരണങ്ങളായി ഞങ്ങൾ ബാക്കിയുള്ള ഇന്ന് രാത്രി തന്നെ ഉറപ്പാക്കും. കഴിഞ്ഞ നമുക്കൊരു ഉറപ്പില്ലാതെ നിൽക്കുമായിരുന്നല്ലോ. ഈ രീതിയിലൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ ഇന്ന് ക്രമീകരിക്കും. ബാക്കി അറേഞ്ച് സീറ്റിങ്സ് എല്ലാം ഇരിക്കാനുള്ള സൗകര്യങ്ങളും പൊതുദർശനത്തിന് വെക്കേണ്ട സ്ഥലമൊക്കെ ഇപ്പോഴേ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ചെയ്തു. എല്ലാവരുടെയും ആവശ്യം കൂടിയായിരുന്നല്ലോ ഇവിടെ. തീർച്ചയായിട്ടും എല്ലാവരുടെയും ആവശ്യമായിരുന്നു. കാരണം കുടുംബത്തിൻ്റെയും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം ആവശ്യമായിരുന്നു ഇവിടെ തന്നെ പൊതുദർശനത്തിന് വെക്കണമെന്ന്. കാരണം ഈ സ്കൂളായിട്ട് വലിയൊരു ആത്മബന്ധമാണ് കുടുംബത്തിനുള്ളത്, രഞ്ജിതയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ വെക്കണമെന്ന് തീരുമാനിച്ചത്. രഞ്ജിത ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത്? രഞ്ജിത ഇവിടെ തന്നെ പഠിച്ചത്. 5 തൊട്ട് 10 വരെ ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി തന്നെയായിരുന്നു രഞ്ജിത. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? കുറച്ച് വർഷമായി ഓർക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ നല്ല ചിരിച്ച മുഖമുള്ള എപ്പോഴും ഉത്സാഹിയായ ഒരു കുട്ടിയായിരുന്നു രഞ്ജിത. ആ ഉത്സാഹമാണ് അവളെ ഉയരങ്ങളിൽ എത്തിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാ, ആ കാലത്തിൽ പൊലിഞ്ഞുപോയി. ഞങ്ങൾക്കെല്ലാം വേദനയുണ്ട്. നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു? തീർച്ചയായിട്ടും നല്ലപോലെ പാട്ട് പാടും, കലോത്സവത്തിലൊക്കെ മത്സരിച്ച കുട്ടിയായിരുന്നു. നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു. എല്ലാ രീതിയിലും നല്ലൊരു കുട്ടിയായിരുന്നു. നിരവധി സമ്മാനങ്ങളൊക്കെ നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കാൻ, പഠിക്കാനും മിടുക്കിയായിരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മിടുക്കിയായ കുട്ടിയായിരുന്നു. അതെ, പഠനത്തിൽ അത് നാട്ടുകാരും പറയുന്നുണ്ട്, പഠിക്കുമായിരുന്നു നല്ലോണം. നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല സ്വഭാവ ഗുണമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. ഇത് ഞാൻ കഷ്ടമായിപ്പോയി. ഞങ്ങൾക്ക് എല്ലാം വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മകന് ഇപ്പം 10ാം ക്ലാസ്സിലൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്. നേരത്തെ ഗൾഫ് രാജ്യത്തായിരുന്നല്ലോ ഇതിന് ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് UK പോയത്. മസ്കറ്റിലായിരുന്നു. അവിടെ നിന്ന് പോയി മസ്കറ്റിലായിരുന്നു മകനും പഠിച്ചിരുന്നത്. ഇപ്പം UK പോയപ്പോൾ സ്കൂളിൽ ഇവിടെ കൊണ്ട് ചേർത്താണ്. ചേർക്കാൻ ഏപ്രിലിൽ വന്നിരുന്നു 10ാം ക്ലാസ്സിലേക്ക് ചേർക്കാനായിട്ട്. അതിനു മുമ്പ് ഒരു വർഷം വേറൊരു സ്കൂളിലായിരുന്നു. ഇവിടെ അല്ല, ബോർഡിങ്ങുള്ള സ്കൂളിലായിരുന്നു. 10ലാണ് ഇവിടെ കൊണ്ട് ചേർത്തത്. പഠിപ്പിച്ച അധ്യാപകരെല്ലാം കണ്ടിട്ടാണ് പോയത്. എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിയിട്ട് പോയതാണ്. പക്ഷെ അന്ന് പോയി പിന്നെ ഈ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ്, അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ഇത് വന്നത്. 4 ദിവസം ഇവിടെ വന്നിട്ട് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഞാൻ ഇവിടെ വന്ന് ചേർക്കാൻ വന്നപ്പോൾ കണ്ടിരുന്നില്ല. അന്ന് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ SLCയുടെ വാല്യുവേഷനായിട്ട് ബന്ധപ്പെട്ട് വാല്യുവേഷൻ ഡ്യൂട്ടിയിലായിരുന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. മറ്റധ്യാപകരൊക്കെ കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. വലിയ സന്തോഷമായിരുന്നു. മകനെ നല്ലപോലെ നോക്കണം, മകനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇത്രയും ദൂരെ പോകല്ലേ, UK പോകുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. ഇവിടെ ഏൽപ്പിച്ച് പോകുമ്പോൾ ആ സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാണ് പോയത്. സ്കൂളിൽ തന്നെ മകനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. ഇവിടെ തന്നെ പഠിച്ച സ്കൂളായതുകൊണ്ട് ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, വലിയൊരു ആത്മബന്ധം ഉണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇടയ്ക്കൊക്കെ കണ്ടപ്പോഴൊക്കെ പറയുമായിരുന്നു. ഞങ്ങളോട് വലിയ താല്പര്യമായിരുന്നു, അധ്യാപകരോടും വലിയ താല്പര്യമായിരുന്നു. ഈ പോയെങ്കിലും വിദേശത്ത് പോയാൽ കൂടിയും സ്കൂളിനോട് ആത്മബന്ധം സൃഷ്ടിച്ചിരുന്നു? തീർച്ചയായിട്ടും സ്കൂളിനോട് വലിയ ആത്മബന്ധമായിരുന്നു. ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ വഴിയിൽ ഈ വരുമ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. പുറത്ത് വെച്ചും കാണാറുണ്ടായിരുന്നു. വീട്ടിൽ സ്കൂളിൽ വെച്ച് സ്കൂളിലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പല പ്രോഗ്രാമിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ ഞങ്ങളോട് വലിയ താല്പര്യവും സ്കൂളിനോടുള്ള ആ സ്നേഹമൊക്കെ എപ്പോഴും പ്രകടിപ്പിക്കാറുള്ളതാണ്. അധ്യാപകരോടും സ്കൂളിനോടുള്ള നല്ല സ്നേഹം. സമയത്തൊക്കെ സ്കൂളിലെ പ്രോഗ്രാംസിനൊക്കെ വരാറുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ആയിരിക്കും. പക്ഷേ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വെച്ച് കാണുമോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പുറത്ത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ചടങ്ങിനോ വെച്ച് കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ അധ്യാപകരോടൊക്കെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറുന്ന പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിത. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ആശങ്ക പ്രകടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി സ്കൂൾ എന്തെങ്കിലും? കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ഞങ്ങൾ മൂത്ത മകനോട് പഠിക്കുകയാണല്ലോ, അവരുടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കും. കാരണം ആ വീടിനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ സ്കൂള്, അധ്യാപകർ, അനധ്യാപകർ, മാനേജ്മെൻറ്റ് എല്ലാം സപ്പോർട്ടുണ്ടായിരിക്കും ആ കാര്യത്തിൽ. വേദനയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു വലിയ വേദനയാണ്. ഇനിയിപ്പം ചെയ്യേണ്ട അതാണല്ലോ. നമ്മളിനി പിന്നെ കഴിഞ്ഞുപോയി, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇനി അവരെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അധ്യാപകരെ സംബന്ധിച്ച് തങ്ങളുടെ വിദ്യാർത്ഥി അവര് നല്ല നിലയിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ വളർച്ച സന്തോഷം നൽകിയിരുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമായിരുന്നു. കാരണം ഇവിടെ തന്നെ ഗവൺമെൻറ് ജോലി കിട്ടി, കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാനാണല്ലോ പുറത്തേക്ക് പോയത്.
അതിനേക്കാൾ നല്ലൊരു യു കെയിലേക്ക് പോയത് ആ ഉദ്ദേശത്തോടു കൂടിയാണ്. സ്വന്തമായി വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു. വീട് പണിയൊന്നും പൂർത്തിയായില്ല. എപ്പോഴും ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു രഞ്ജിത. പക്ഷേ എന്തോ ഭാഗ്യം വേദനയാണ്, ഞങ്ങൾക്കെല്ലാം വേദന തന്നെയാണ്. അത് സ്കൂളിന് മൊത്തം വേദനയാണ്, നാട്ടുകാർക്കും എല്ലാം വേദനയാണ്.